ലബനനിൽ പുതിയ വെടിനിർത്തൽ നടപ്പാക്കാൻ ഇസ്രയേൽ ധാരണയിലെത്തിയെങ്കിലും അത് തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ്. ഇന്നലെ US ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ നടന്ന ചർച്ചയിലാണ് ലബനീസ് ഇസ്രയേലി സർക്കാർ പ്രതിനിധികൾ സുപ്രധാന തീരുമാനത്തിലെത്തിയത്. രാജ്യത്തെ ലക്ഷ്യമാക്കിയുള്ള ഹിസ്ബുള്ള ആക്രമണം നിർത്തിയാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താമെന്ന് ഇസ്രയേൽ അറിയിച്ചു. തെക്കൻ ലബനനിലെ സുരക്ഷാ മേഖലകളുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുമെന്നും ഹിസ്ബുള്ളയെ ഇവിടെ നിരോധിക്കുമെന്നും ലബനൻ ധാരണയിലെത്തി. ഇതനുസരിച്ച് സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കാൻ ഇസ്രയേലും സമ്മതിച്ചു. എന്നാൽ കീഴടങ്ങാതെ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ള മേധാവി നയീം ഖാസിം ആദ്യം ഇസ്രയേൽ സൈന്യം തെക്കൻ ലബനനിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. പിന്മാറില്ലെന്ന് അറിയിച്ച ഇസ്രയേൽ ഇന്നലെയും ആക്രമണങ്ങൾ തുടർന്നതോടെ സമാധാന പ്രതീക്ഷ വീണ്ടും അപ്രസക്തമായി. ലബനനിൽ വെടിനിർത്തൽ നടപ്പായാൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിലെത്താമെന്ന കണക്കുകൂട്ടൽ US-നുണ്ടായിരുന്നു. ലബനനിലെ ആക്രമണം നിർത്താതെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. ലബനനിലെ സാഹചര്യം ഗുരുതരമായാൽ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തുമെന്നും ഇറാൻ ഭീഷണി മുഴക്കി. ദീർഘനാളായി തുടരുന്ന സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനം വരുത്തി സമഗ്രമായ വെടിനിർത്തൽ നടപ്പാക്കാൻ ഇസ്രയേലും ലബനനും ധാരണയിലെത്തിയിരുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. എന്നാൽ ഇസ്രയേൽ ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തിയാൽ മാത്രമേ വെടിനിർത്തൽ പൂർണ്ണതോതിൽ നടപ്പിലാക്കൂ എന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കി. കരാർ സംബന്ധിച്ച ചർച്ചകളും തികച്ചും നിരർത്ഥകവും ലബനനെ അപമാനിക്കുന്നതുമാണ്. ഭൂരിഭാഗം ലബനൻ ജനതയും ഈ വ്യവസ്ഥകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായും ഹിസ്ബുള്ള മേധാവി അറിയിച്ചു. ലബനനിൽ ഹിസ്ബുള്ള അംഗങ്ങൾക്ക് പൂർണ്ണ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് പൈലറ്റ് സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കുമെന്ന വ്യവസ്ഥയോടെയാണ് ഇസ്രയേലും ലബനനും വെടിനിർത്തൽ പുതുക്കാൻ തീരുമാനിച്ചത്. ഇതോടൊപ്പം ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും കരാർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഔദ്യോഗിക ചർച്ചകളുടെ ഭാഗമല്ലാതിരുന്ന ഹിസ്ബുള്ള ഈ വ്യവസ്ഥകളെ കടുത്ത ഭാഷയിലാണ് നേരിട്ടത്. ഈ താൽക്കാലിക വെടിനിർത്തൽ എന്നത് ഹിസ്ബുള്ള പൂർണ്ണമായി കീഴടങ്ങുന്നതിന് തുല്യമാണെന്ന് നയീം ഖാസിം പറഞ്ഞു. ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നും തെക്കൻ ലബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറില്ലെന്നും നയീം ഖാസിം കൂട്ടിച്ചേർത്തു. താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഹിസ്ബുള്ള പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നുവെന്നും ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ലബനനിൽ ഒടുവിൽ സമാധാനം പുലരുന്നത് കാണാൻ സാധിച്ചാൽ അത് വളരെ നന്നായിരിക്കും. എത്രയോ വർഷങ്ങളായി അവർ ആക്രമണങ്ങൾ നേരിടുന്നു. എപ്പോഴും ഒരു ഇരയെ പോലെയാണ് അവർ കഴിഞ്ഞത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ടെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രയേലിന്റെ ആക്രമണം നടന്നതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ പരമാധികാരി ആയത്തുള്ള മുസ്തഫ ഖമനേയിയുമായി ഭാവിയിൽ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും പുതിയൊരു കരാറിലെത്താനുമുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. മുസ്തഫ ഖമനേയിയുമായി കൂടിക്കാഴ്ച നടത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും നയതന്ത്ര ചർച്ചകളുടെ പുരോഗതി അനുസരിച്ച് ഭാവിയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. കൂടാതെ മുസ്തഫ ഖമനേയി തനിക്ക് ഒട്ടും പ്രിയപ്പെട്ട ഒരു വ്യക്തിയല്ല എന്ന് ട്രംപ് തുറന്നു പറഞ്ഞു. എങ്കിലും അദ്ദേഹം ഒരു പ്രൊഫഷണൽ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്ന ആളാണെന്നും ചില മേഖലകളിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള ചർച്ചകൾ നിലവിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇരു രാജ്യങ്ങൾക്കും അനുകൂലമായ ഒരു മികച്ച കരാറിലേക്ക് കാര്യങ്ങൾ എത്താറായിട്ടുണ്ടെന്നും US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇസ്രയേൽ US വ്യോമാക്രമണത്തിൽ മുൻ പരമാധികാരി അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മകനായ മുസ്തഫ ഖമനേയി ഇറാന്റെ പുതിയ പരമാധികാരിയായി ചുമതലയേറ്റത്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ മധ്യസ്ഥർ മുഖേനയാണ് പുരോഗമിക്കുന്നത്. എന്നാൽ അമേരിക്ക സമർപ്പിച്ച ഭേദഗതി നിർദ്ദേശങ്ങളിൽ ഒട്ടേറെ അവ്യക്തതകൾ നിലനിൽക്കുന്നതായി ഇറാൻ പറഞ്ഞു. ട്രംപ് മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ചു കൊള്ളണമെന്ന ഭീഷണി തള്ളിയ ഇറാൻ രാജ്യ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ പരമോന്നത ആത്മീയ നേതാവിന്റെ ഉപദേശകൻ മുഹ്സിൻ റിസാനിയാണ് ഇറാൻ TV മുഖേന നിലപാട് വ്യക്തമാക്കിയത്. തങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായ നിർവചിക്കാതെ അവ്യക്തമായി നിലനിർത്തിക്കൊണ്ട് അമേരിക്കയുടെ നിബന്ധനകൾ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതെന്നും റിസായി കുറ്റപ്പെടുത്തി. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും സമാധാന കരാറിലെ പ്രധാന വിഷയങ്ങളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണെന്നാണ് ഇറാന്റെ നിലപാട്. ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നതുവരെ സമാധാന പാതയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന സൂചനയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.